Boche Gold and Diamonds. Buy now, pay later. ദളപതി വിജയിയെ കാണാൻ പട്ടാമ്പിയിൽ നിന്ന് കാൽനടയായി യാത്ര തുടർന്ന് യുവദമ്പതികൾ. ഡ്രൈവറായ KS മുഹമ്മദ് റാഫിയും ഭാര്യ ഷഹനമോളും ചേർന്നാണ് ചെന്നൈയിലേക്ക് നടക്കുന്നത്. വിജയുടെ കടുത്ത ആരാധകരാണ് ഇരുവരും. സിനിമകളിലൂടെ വിജയ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ഇവർക്ക്. അന്നു മുതൽ കടുത്ത ആരാധനയാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, ദളപതി വിജയ് അണ്ണനെ കാണണം. അതിന് താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് നടക്കുകയാണ് യുവദമ്പതികളായ മുഹമ്മദ് റാഫിയും ഷഹനയും. നേരിൽ കാണാനുള്ള ആഗ്രഹം പണ്ടേയുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് പാർട്ടിയുണ്ടാക്കി മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തതോടെ ആ ആഗ്രഹം കടുത്തു. ചെന്നൈയിലെത്തിയ അദ്ദേഹത്തെ കാണാൻ തന്നെ തീരുമാനിച്ചു. നടന്നു പോകാനായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് നടക്കാൻ തീരുമാനിച്ചു. ഇക്കഴിഞ്ഞ 6-ന് ബുധനാഴ്ച ഷാനയുടെ നാടായ താനൂരിൽ നിന്ന് കാൽനടയായി യാത്ര തിരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പിയിലെത്തിയത്. ഉച്ച സമയങ്ങളിൽ വിശ്രമിച്ചും രാത്രി എവിടെ എത്തുന്നോ അവിടെ ടെൻറ്റിൽ താമസിച്ചും പെട്രോൾ പമ്പുകളിൽ നിന്ന് ഫ്രഷായുമൊക്കെയാണ് ഇവരുടെ യാത്ര. ബൈറ്റ്. പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ചെന്നൈയിലെത്തിയാൽ എങ്ങനെയാണ് വിജയിയെ കാണുക എന്നൊന്നും ഇരുവർക്കും അറിയില്ല. എന്തായാലും ആദ്യം ചെന്നൈയിലെത്തുക, പിന്നെ പതിയെ അതിനുള്ള വഴിയൊരുങ്ങുമെന്നാണ് വിശ്വാസം. മുഖ്യമന്ത്രി പദവിയിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ചെന്നൈയിൽ എത്താനാകുമെന്നാണ് കരുതുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇരുവരും നടത്തം തുടങ്ങിയത്. കോട്ടയം സ്വദേശിയാണ് മുഹമ്മദ് റാഫി. ഷഹനമോളെ വിവാഹം ചെയ്തതിനു ശേഷം താനൂരിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദളപതി വിജയനെ കാണണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു യാത്രയുടെ മലപ്പുറം, ചമ്രവട്ടം, പട്ടാമ്പി, പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 650 കിലോമീറ്റർ നമ്മൾ നടക്കുന്നുണ്ട്. അതും ഞങ്ങൾ രണ്ടുപേരും കാൽനടയായിട്ടാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് മുഴുവനും. എന്തായാലും 2 ആഴ്ചനുള്ളിൽ ഞങ്ങൾ എന്തായാലും എത്തും. ഞങ്ങള് മറ്റേ കേരള ടു കാശ്മീർ വരെ പോകാൻ വേണ്ടി 2 ജില്ല കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ മഴ കാരണം ഞങ്ങള് സ്റ്റോപ്പ് ചെയ്തതാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.